2 ശമൂവേൽ 24:1 വായിക്കും. യഹോവയുടെ കോപം വീണ്ടും ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിനെ തോന്നിച്ചു. അങ്ങനെ രാജാവ് തന്റെ സേനാധിപതിയായ യോവാബിനോട്, ദാൻ മുതൽ ബെർശേബ വരെ ഇസ്രയേൽ ഗോത്രങ്ങളിലൊക്കെയും നിങ്ങൾ സഞ്ചരിച്ച ജനത്തെ എണ്ണി ജനസംഖ്യ എന്നെ അറിയിപ്പീൻ എന്ന് കൽപ്പിച്ചു. അതിന് യോവാബ് രാജാവിനോട്, യജമാനായ രാജാവിന്റെ കാലത്ത് തന്നെ നിന്റെ ദൈവമായ യഹോവ ജനത്തെ ഇപ്പോൾ ഉള്ളതിൽ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും യജമാനായ രാജാവ് ഈ കാര്യത്തിന് താല്പര്യപ്പെടുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എങ്കിലും യോവാബും പടനായകന്മാരും രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അങ്ങനെ യോവാബും പടനായകന്മാരും ഇസ്രയേൽ ജനത്തെ എണ്ണുവാൻ രാജസന്നിധി നിന്ന് പുറപ്പെട്ടു. അത് സിസ്റ്റം മതി. ഓക്കെ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഇനി ഫസ്റ്റ് ക്രോണിക്കിൾസ് 21-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിച്ചാൽ. അനന്തരം സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ദാവീദ് യോവാബിനോടും ജനത്തിന്റെ പ്രഭുക്കന്മാരോടും, നിങ്ങൾ ചെന്ന് ബേർഷേബ മുതൽ ദാൻ വരെ ഇസ്രയേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അതെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇത് രണ്ടിടത്തും നമ്മൾ വായിച്ചു. ഹല്ലേലൂയ. ഞാൻ ഈ പാവം പണ്ടൊരിക്കൽ എപ്പോഴും ഒന്ന് തൊട്ട് പോയിട്ടുള്ളതാണ് എനിക്കറിയാം. നമ്മുടെ കുഴപ്പമുള്ളവർക്ക് അറിയാൻ തോന്നുന്നു. പക്ഷേ ഇന്നലെ ദൈവം എന്നോട് വീണ്ടും ഇത് തന്നെ ഇടപെട്ടത്. കാരണം വെച്ചാൽ അവ ആദ്യം നമ്മൾ വായിച്ചു. ഹല്ലേലൂയ. അവിടെ പറയുന്നത്, യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേൽ നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദായി എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു. ഹല്ലേലൂയ. അപ്പൊ അവിടെ യഹോവയുടെ കോപം ജ്വലിച്ചപ്പോൾ ദാവീദിന് തോന്നിച്ചു. പക്ഷെ രണ്ടാമത് നമ്മൾ വായിച്ച് സാത്താൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇസ്രായേലിന് സാത്താൻ അനന്തര സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു. ഇസ്രായേലിനെ എണ്ണം ദാവീദിന് തോന്നിച്ചു. ഹാലലൂയ. അപ്പൊ രണ്ടിടത്ത് വായിക്കുന്നത്, ഒന്ന് ദൈവത്തിന്റെ കോപം ജ്വലിച്ചപ്പോഴും, രണ്ടാമത് സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റെന്നും കാണുന്നു. ഹാലലൂയ. അപ്പം ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, രണ്ടിടത്തും പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ രണ്ടിടത്തും പറഞ്ഞത് കറക്റ്റാണ്. കാരണം വെച്ചാൽ ദൈവത്തിന്റെ കോപം ഒരാളുടെ നേരെ വന്നു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നത് ദൈവമല്ല. അവിടെ ദൈവം എന്താ വെച്ചാൽ സാത്താൻ പ്രവർത്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സാത്താൻ കയറി പ്രവർത്തിച്ച്. ഇപ്പോഴൊക്കെ ഞാൻ പറയും, ദൈവം എന്താ ഉറങ്ങുകയാണോ? അല്ല, നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, നമ്മുടെ ദൈവം ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന, കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ നോക്കുന്ന ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഒരു സാത്താനും നമ്മുടെ ജീവിതത്തിൽ കയറില്ല. മനസ്സിലാകുന്നില്ല. പലപ്പോഴും നമുക്കുള്ള തെറ്റിദ്ധാരണയാണ്, ദൈവം അറിയാണ്ട് പിശാചി കയറി വന്നെന്ന് വെച്ച് ദൈവത്തോട് നമ്മൾ പറയും, കർത്താവെ വേണമെങ്കിൽ കർത്താവിനെ ഇങ്ങനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കും, കർത്താവെ കണ്ടില്ലേ ഹാലേ എന്നൊക്കെ പറയും. ഹാലേ ലൂയ. പക്ഷെ ഞാനിവിടെ പറയുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ പിശാചിന് നമ്മൾ ഇടം കൊടുക്കരുത് പറയാറുണ്ട്. പക്ഷെ പിശാചിന് ഇടം കൊടുക്കരുത് കുറഞ്ഞ നമ്മളോട് പറയുന്ന സമയത്ത് അവൻ എന്താ കാര്യം നമ്മളായിട്ട് ഹാലേലിയ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ ദൈവം അനുവദിക്കും. ആരെയും അന്നേരം പിശാചിനെ അനുവദിക്കും നമ്മുടെ ജീവിതത്തിൽ കയറാനായിട്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ചിലപ്പോൾ ചില സമയങ്ങൾ ദൈവം അനുവദിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദൈവത്തിന് കൂടുതൽ നമ്മൾ വീണ്ടും ഇത് പോരാ, നമ്മൾ ഇത്രയും പോരാ, നമ്മൾ ഇതിനെക്കാട്ടി കൂടുതൽ ദൈവമായിട്ട് അടുക്കണം, ദൈവത്തിനോട് പ്രയോജനപ്പെടണം, നമ്മൾ ഇതിനെക്കാട്ടി സ്ട്രോങ് ആകണം, മെന്റലി നമ്മൾ സ്പിരിച്വലി നമ്മൾ സ്ട്രോങ് എന്നൊക്കെ തോന്നുന്ന അവസരങ്ങളിലെല്ലാം ദൈവം ഉപയോഗിക്കുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ എല്ലാവരും ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ, ഒരു വേദന ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോഴൊക്കെയാണ് ദൈവസ്ഥലിൽ കൂടുതൽ അടുത്ത് വരുന്നത്. അപ്പൊ അതിനെല്ലാം മുഖാന്തരമാക്കുന്ന ആരെയെന്ന് വെച്ചാൽ നമ്മുടെ സമ്പത്ത് നശിപ്പിക്കുന്ന ദൈവം വന്നിട്ടാണ് നശിപ്പിക്കുന്നത്, നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ദൈവം വന്നിട്ടാണ് നശിപ്പിക്കുന്നത് അല്ല, അവിടെ എല്ലാം പ്രയോഗിക്കുന്ന. പക്ഷെ നമ്മളുടെ ദൈവം യാക്കോബിന്റെ ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കത്തുമില്ലെന്നുണ്ട്. പക്ഷെ ദോഷങ്ങളെ ദൈവം നമ്മളെ പരീക്ഷിക്കത്തില്ലെങ്കിലും ഹാലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം എപ്പോഴും നല്ലത് തന്നെയായിരിക്കും.
ഹാലലുയ. അപ്പം പണ്ടൊരിക്കൽ നമ്മള് ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ വചനം സംസാരിച്ചിരുന്നപ്പോ പറഞ്ഞു, പിശാച് നമ്മുടെ ഹൃദയത്തെ പലപ്പോഴും കവർന്ന് കളയും ഹാലലുയ, ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന ആഹാബിന്റെ ജീവിതത്തിൽ തന്നെ കാണുന്നുണ്ട് ഹാലലുയ. ആമി ഏത് പുസ്തകത്തിലാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല, നോക്കട്ടെ. sorry. ആഹാബിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ട് യുദ്ധത്തിന് പോകണോ വേണ്ട എന്ന് ചോദിക്കുന്ന ഒരു അവസരമുണ്ട് ഹാലേലി. അപ്പം എല്ലാവരും പറയും പോകുക പോകുക, നീ ജയിച്ചു വരുമെന്ന്. പക്ഷേ അപ്പോൾ ഒരാൾ മാത്രം അവിടെ പ്രവചിക്കും, വന്നിട്ട് പറയും ഹാലേലി ഇല്ല, പോയി കഴിഞ്ഞാൽ പട്ടു. അപ്പൊ മറ്റുള്ളവർ പറയുമ്പോൾ ചോദിക്കും ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്ന് പറയാം. ദൈവത്തിന്റെ സന്നിധി നിന്ന് ആരവരെ വശീകരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഒരു ദുരാത്മാവ് മുന്നോട്ട് വന്നിട്ട് പറയും ഞാൻ വശീകരിക്കും. എങ്ങനെ വശീകരിക്കും? അപ്പൊ ഞാൻ അവന്റെ പ്രവാചകന്മാരെ എല്ലാവരുടെയും വായി പോയി ഫോഷ്കായിട്ട് കയറി ഇരുന്നിട്ട് അവരെ കൊണ്ട് ഫോഷ്ക്ക് പറയിച്ചുകൊണ്ട് ലൂയ അവനെ വശീകരിച്ച് അവിടത്തേക്ക് കൊണ്ടുപോകാന്ന് പറയും. അപ്പൊ ഫോഷ്ക്ക് ആരെയാ പറയുന്നത്? ഫോഷ്ക്കും ഫോഷ്കിന്റെ അപ്പരും എന്ന് പറയുന്നത് പിശാചിനെയാണ് ലൂയ. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഇത് ഇവിടെ പറഞ്ഞ് നമ്മള് പിന്നെ ദൈവത്തിന്റെ കോപം വീണ്ടും ജ്വലിച്ചു, നിങ്ങൾ സഞ്ചരിച്ച അവിടെ വരെ പോയി എണ്ണേണ്ടത്. അപ്പൊ എണ്ണാൻ പോയത് കൊണ്ടുണ്ട് ഭവിഷ്യത്ത് എന്താന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം മുൻപോട്ട് വായിച്ചാൽ നമുക്കറിയാം. അത് എണ്ണാൻ പോയത് കൊണ്ട് ദൈവത്തിന്റെ കോപം വന്നിട്ട് എണ്ണാൻ തോന്നിച്ചപ്പം എന്തുകൊണ്ട് ജ്വലിച്ചു? എന്തിനാ ഒരു ജനത്തെ എണ്ണിയപ്പോ ദൈവത്തിന് ഇത്ര കോപം വരേണ്ട കാര്യം എന്താ? സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ, എന്തിനാ ദൈവത്തിന് ഇത്ര കോപം ഉണ്ടാവും? ജലത്തെ എണ്ണിയതല്ലേ ഉള്ളൂ. അതിന് റീസൺ ഉണ്ട്. ലൂയ. ആമേൻ, സ്തോത്രം. അവിടെ നമ്മള് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 12 തുടങ്ങി 16 വരുന്ന വെച്ചോ. എക്സോഡസ് ചാപ്റ്റർ 30 12 തുടങ്ങി 16 വരെ, 12 to 16. ഇസ്രയേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധയുണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്താന്റെ ജീവനു വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. ശേക്കൽ എന്നത് 20 ഗേര. 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാട് ആയിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതിയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കൽ അധികം കൊടുക്കരുത്, ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. ഈ പ്രായശ്ചിത്ത ദ്രവ്യം നീ ഇസ്രയേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അത് യഹോവയുടെ മുമ്പാകെ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി ഒരു ജ്ഞാപകമായിരിക്കണം. ജനത്തെ എണ്ണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സെൻസസ് എടുക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം പ്രമാണം കൊടുത്തിട്ടുണ്ട്. ഹാലലുയ. അപ്പൊ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് വേണം ഓരോ കാര്യങ്ങളും ചെയ്യും. പക്ഷെ ദാവീദ് അവിടെ അങ്ങനെയല്ല. ദാവീദിന് തോന്നിച്ചു, സാത്താൻ തോന്നിച്ചു. ഹാലലുയ. അല്ലെ, ദൈവത്തിന് കോപം ദാവീദ് തന്നെ തോന്നി നമ്മൾ പറയും. പക്ഷെ സാത്താൻ ഉള്ളിൽ കയറി തോന്നിച്ചപ്പോ ദാവീദ് ഈ പ്രമാണം ഒന്നും പാലിക്കുന്നില്ല. ഹാലലു. അവിടെ പോയിട്ട് ജനത്തെ എണ്ണുക എന്ന് സിമ്പിളായിട്ട് അങ്ങ് പറയുക ചെയ്യുന്നു. അപ്പം അവിടെ നമുക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ന്യായപ്രമാണം അവരെല്ലാ രീതിയിലും പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഹാലലുയ. അപ്പൊ എങ്ങനെയായിരിക്കണം ജനത്തെ എണ്ണുക എന്ന് ദൈവം പ്രമാണം കൊടുത്തിട്ടുള്ളപ്പോൾ ആ പ്രമാണത്തിലെ ഒരു ചിട്ടവട്ടങ്ങളും പാലിക്കാതെ ദാവീദ് ജനത്തെ എണ്ണിക്കാണ്ട് യോവാവിനോട് പറഞ്ഞു. യോവാവിന് ആദ്യം ചോദിച്ചു വേണ്ട എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരന് ദേഷ്യം വന്നു ദാവീദ് പറഞ്ഞപ്പോൾ. ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അതുകൊണ്ട് പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ പോയി. പിന്നെ നമ്മൾ കാണുന്നു എല്ലാവരെയും പോയി എണ്ണുന്നുമില്ല. അത് കറക്റ്റായിട്ട് എല്ലാവരും എണ്ണുന്നുമില്ല. രണ്ടിടത്ത് നമ്മൾ രണ്ട് എടുക്കുകയാണെങ്കിൽ രണ്ടിലും എണ്ണത്തിന്റെ സംഖ്യ വ്യത്യാസമാണ്. അവര് കൊടുക്കുന്ന അവിടെ ആ കളത്തിലേക്ക് പോയി കൊടുക്കുന്ന സ്വർണത്തിന്റെ ഇത് വ്യത്യാസമാണ്. ഇവിടെ പല കാര്യങ്ങളും വ്യത്യാസം. പക്ഷെ അതിനകത്ത് നമുക്ക് അത് രണ്ട് രീതിയിൽ എഴുതിയേക്കുന്നതായിരിക്കും. ആദ്യം വാങ്ങിച്ച് പിന്നീട് വാങ്ങിച്ചു. ആദ്യം വാങ്ങിച്ചതിനകത്ത് നമ്മൾ അതിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. പക്ഷെ ഇവിടെ യോവാബ് പോയിട്ട് എല്ലാവരും എല്ലാവരും എണ്ണുന്നുമില്ല. ദൈവത്തിന്റെ ആ പ്രമാണത്തിന് അനുസരിച്ച് ഇവർ എണ്ണുന്നതുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്ക് താഴോട്ട് വായിക്കാതെ ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് തന്നെ മടങ്ങി വരാം.
അല്ലേ അവിടെ. അപ്പൊ അങ്ങനെ ആ, ആ, യോബ എണ്ണിക്കൊടുത്ത എണ്ണത്തുകയൊക്കെ കാണുന്നുണ്ട്. 9-ാം വാക്യത്തിൽ പറഞ്ഞു, യോബാബ് എണ്ണത്തെ എണ്ണയിൽ ആകത്തുക രാജാവിന് കൊടുത്ത് ഇസ്ലായത് പണിയുടെ ജോതാക്കൾ 8 ലക്ഷം, യഹൂദർ 5 ലക്ഷം ഉണ്ടായിരുന്നാണ്. എന്നിട്ട് 10 തുടങ്ങിയിട്ട് താഴോട്ട് വായിക്കാവോ? കാരണം അനുസരിച്ച് കൂടുതൽ വായിക്കേണ്ടി വരും. എല്ലാം മൊത്തം വായിച്ചില്ല എൻ- ഇത് വരുവുള്ളൂ. എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹോവയോട്, ഞാൻ ഈ ചെയ്തത് മഹാപാപം. എന്നാൽ യഹോവേ, അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ ദാവീദിന്റെ ദർശകനായ ഗാദ് പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് ദാവീദിനോട്, ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വെക്കുന്നു, അതിലൊന്ന് തിരഞ്ഞെടുത്തു കൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറക. ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട് അറിയിച്ചു, നിന്റെ ദേശത്ത് 7 സംവത്സരത്തെ ക്ഷാമം ഉണ്ടാകുകയോ, അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ ഓടിപ്പോകുകയും ചെയ്യുകയോ, അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ എന്തു വേണം? എന്നെ അയച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടതിന് നീ ആലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ ഇസ്രയേലിൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചു. ദാൻ മുതൽ ബേർഷേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചുപോയി. എന്നാൽ ദൈവദൂതൻ യെരൂശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈ നീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ച് ജനത്തിൽ നാശം ചെയ്യുന്ന ദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. അന്നേരം യഹോവയുടെ ദൂതൻ യെബൂസ്യൻ അരവനയുടെ മെതിക്കളത്തിനരികെ ആയിരുന്നു. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട്, യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്തു ചെയ്തു? നിന്റെ കൈ എനിക്കും എന്റെ പിതൃഭാവത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. അന്ന് തന്നെ ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ചെന്ന് യെബൂസ്യനായ അരവ്നയുടെ കളത്തിൽ യഹോവയ്ക്കൊരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. യഹോവയുടെ കൽപ്പന പ്രകാരം ഗാദ് പറഞ്ഞതുപോലെ ദാവീദ് അവിടേക്ക് പോയി. അരവന നോക്കി, രാജാവും അവന്റെ ഭൃത്യന്മാരും തന്റെ അടുക്കൽ വരുന്നത് കണ്ടാറേ അരവന പുറപ്പെട്ടു എന്ന് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യജമാനായ രാജാവ് അടിയന്റെ അടുക്കൽ വരുന്നത് എന്ത് എന്ന് അരവന ചോദിച്ചതിന് ദാവീദ്, ബാധ ജനത്തെ വിട്ടുമാറുവാൻ തക്കോണം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയേണ്ടതിന് ഈ കളം നിന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ തന്നെ എന്ന് പറഞ്ഞു. അരവന ദാവീദിനോട്, യജമാനായ രാജാവിന് ബോധിച്ചതെടുത്ത് യാഗം കഴിച്ചാലും ഹോമയാഗത്തിന് കാളകളും വിറകിന് മിതിവണ്ടികളും കാളക്കോപ്പുകളും ഇതാ. രാജാവേ, ഇതൊക്കെയും അരവന രാജാവിന് തരുന്നു എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ യഹോവ നിന്നെ പ്രസാദിക്കുമാറാകട്ടെ എന്നും അരവന രാജാവിനോട് പറഞ്ഞു. രാജാവ് അരവനയോട്, അങ്ങനെയല്ല, ഞാനത് നിന്നോട് വിലയ്ക്ക് വാങ്ങുകയുള്ളൂ. എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് കളത്തെയും കാളകളെയും 50 ശേക്കൽ വെള്ളിക്ക് വാങ്ങി. ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു, ബാധ ഇസ്രയേലിനെ വിട്ടു മാറുകയും ചെയ്തു. ആമേൻ, സ്തോത്രം. ഹാല ഇത് മൊത്തം വായിപ്പിച്ച്, ഹാല ഇത് വായിക്കും, ഇത് വായിച്ച് എല്ലാവരും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് വായിപ്പിച്ചത്. ഹാല ഇവിടെ ഹാല ഇത് ദാവീദ് എന്ത് ചെയ്ത്, ഇത് ജനത്തെ എണ്ണിയപ്പോൾ ദൈവത്തിന്റെ കോപം ദാവീദ് എന്നേരം ജ്വലിച്ച് ഹാലയില്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവിടെ ഹാലയില്ലേ എന്താ പറയാ, ഒരു നാശം സംഭവിക്കുന്നു ജനത്തിന്റെ. അപ്പൊ അവിടെ എങ്ങനെ ദൈവം എണ്ണിയ ശേഷം ഹൃദയത്തിൽ കുത്ത യഹോവയുടെ സന്നിധി ചെയ്ത് മഹാഭാവം. ഇപ്പൊ ദാവീദ് തന്നെ തോന്നി, ഹാല ദൈവമേ, ഞാൻ ചെയ്തത് മഹാഭാവമായി പോലും ഹൃദയത്തിൽ കുത്തുകൊണ്ട്. ഹാലയില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ കാര്യം സംഭവിക്കുമ്പം നമ്മൾ തിരിച്ചറിയണം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധി കർത്താവെ ഇതാണല്ലോ ഇതിന് കാരണം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ദൈവസന്നിധി ഒന്ന് അതിന് വേണ്ടിയിട്ടൊന്നും കർത്താവെ ചെയ്ത് തെറ്റായി പോലും തോന്നൽ നമ്മളൊന്ന് വന്നാൽ പോലും ദൈവം നമുക്ക് വേണ്ടി പരിഹാരം അപ്പൊ തന്നെ ചെയ്യാൻ റെഡിയാ. അപ്പൊ തന്നെ എന്താ പറയാ, പിറ്റേ ദിവസം രാവിലെ അപ്പൊ നിൽക്കുന്ന ഹാലയിലെയാ പ്രവാചകൻ വന്ന് മുമ്പ് നിൽക്കുകയാണ്.
അപ്പോൾ പ്രവാചകൻ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമേ, നിങ്ങൾക്ക് നാളെ നിങ്ങൾ അതാകും ഇതാകും എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല പ്രവാചകന്മാർ വരുന്നത്. ദൈവം എപ്പോഴും പ്രവാചകന്മാരെ അയച്ച് നീ ചെയ്ത തെറ്റ് ഇന്നതാണെന്നും അല്ല അതിന് പരിഹാരം ഇന്നതാണെന്നും പറഞ്ഞു തരാൻ വേണ്ടി പ്രവാചകന്മാരെ ദൈവം അയക്കുന്നത്. പലപ്പോഴും പ്രവാചകന്മാർ അല്പം ഇന്ന് നമ്മൾ കണ്ട പ്രവാചകന്മാർ മിക്കതും അല്പമായി മാത്രം പ്രവചിക്കുന്നു. ഹാലൂയ. അതുകൊണ്ട് ജനത്തിന് ശരിയായ രീതിയിൽ ഒരു മാനസാന്തരവോ അല്ലെങ്കിൽ ആ ഒരു കുറവോ തിരിച്ചറിയുന്നില്ല. അവരെ തന്നെ ഒരുക്കാത്തത് കൊണ്ട് പല പ്രവചനങ്ങളായി തന്നെ നിൽക്കുക. എപ്പോഴും പ്രവചനം എങ്ങനെയാ വരുന്നത്? പ്രവചന ശബ്ദം വരുന്നത് ദൈവത്തിന് ഇന്നതൊക്കെ ചെയ്യാനായിട്ട് നിന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ട്, പക്ഷെ അതിന് നീ ഇന്നതുപോലൊക്കെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇത് നടക്കും. ഇതാണ് പ്രവചനം. ഹാലൂയ. അവിടെയൊക്കെ ഇന്ന് പറയുന്നതൊന്നും നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ മാറണമെന്ന് പലപ്പോഴും പറയാത്തത് കൊണ്ടും നമ്മളോട്ട് മാറുന്നുമില്ല. നമ്മൾ കേൾക്കുന്ന ദൂതൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് നമ്മളെല്ലാം ഇപ്പൊ നാളെ ഇതങ്ങ് സംഭവിക്കുമെന്ന് വിചാരിച്ചിരിക്കുക. ചുമ്മാതാട്ടോ. നമ്മൾ ഒരുക്കപ്പെടേണ്ട രീതിയിൽ ഒരുക്കപ്പെടാതെ, നമ്മൾ മാറേണ്ട രീതിയിൽ മാറാതെ നമ്മുടെ ജീവിതത്തിലെ പ്രവചനങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രവചനങ്ങളായി തന്നെ അവിടെ നിൽക്കും. എന്ന് നീ അതിനുവേണ്ടി ഒരുക്കപ്പെടുന്നുവോ, എന്നതിലേക്ക് മാറ്റപ്പെടുന്നു, ആ രീതിയിലേക്ക് നമ്മൾ ആയിത്തീരുന്നു, അന്ന് മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. പലരും പ്രവചനം കേട്ടിട്ട് ഇതുവരെ ആയിട്ടില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുക. ഞാൻ എപ്പോഴും പറയും, നമ്മളെ തുരുത്തി ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കുന്നെങ്കിൽ മാത്രമേ അതിലേക്ക് പുതു വീഞ്ഞ് പകരത്തുള്ളൂ. അല്ലേ? പഴയ തുരുത്തി പുതിയ വീഞ്ഞ് പകരുമോ? ഇല്ല. പുതിയ തുരുത്തി മാത്രമേ പുതിയ വീഞ്ഞ്. എന്തായി തുരുത്തി? നമ്മുടെ ഹൃദയമല്ല, നമ്മളാണ് ആ നമ്മളാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കും തോറും അത് പകരപ്പെടും. ഹാലയിലെ ഇല്ലെങ്കിൽ നമ്മൾ പണ്ടെപ്പോഴോ കിട്ടിയതും കൊണ്ട് തന്നെ പിന്നെ ഇരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതുക്കം പ്രാപിക്കാത്തതുകൊണ്ട് ദൈവത്തിന് പകരാനായിട്ട്, ദൈവത്തെ തരാനായിട്ട് ഒരു മടിയുമില്ല. ഹാലയിലെ ഈവൻ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ചോദിക്കുന്നവർക്ക് അളവ് കൂടാതെ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ അളവ് കൂടാതെ ഇങ്ങോട്ട് ലഭിക്കണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾ ആകുന്ന തുരുത്തിയെ പുതുക്കണം ഓരോ ദിവസം കഴിയും തോറും. ഇവിടെ പറയുന്നത് ദാവീദ്, അപ്പൊ ഇവിടെ തന്നെ വന്നിട്ട് ഇവിടെ പറയുന്ന 3 കാര്യങ്ങൾ ദാവീദിനോട് പറയുന്നു. ഹാലേലിയ. അതിലൊന്ന് തിരഞ്ഞ അത് ഞാൻ നിന്നോട് ചെയ്യുന്ന ഇപ്രകാരം ദാവീദ് അടുക്കള വന്ന് അറിയിച്ചവന്, നിന്റെ ദേശത്ത് 7 സംവത്സരം ക്ഷാമം ഉണ്ടാകുകയും അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുക, നീ അവരുടെ മുമ്പിൽ ഓടിപ്പോവുകയും ചെയ്യുക, അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ട്, എന്ത് വേണം എന്നെ അയച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടു എന്ന് നീ ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞു. ഹാലേലൂയ. അപ്പം 3 ഓപ്ഷൻ വെക്കും. അപ്പൊ ദാവീദ് അവിടെ പറയുന്നതിന് മറുപടി ഉണ്ട്. ഹാലേലു. എന്താ ദാവീദ് പറയുന്നത്? എന്തെങ്കിലും സംഭവിച്ചോട്ടെ, അവര് വന്നോട്ടല്ലേ ഇവര് വന്നോട്ടെ എന്നല്ല ദാവീദ് പറയുന്നത്. ആലോചിച്ച് മറുപടി പറയേണ്ടത് നീ ആലോചിച്ച് നോക്കിയെന്നു ഗാദിന്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കും. നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ദാവീദിന് ഉറപ്പായിരുന്നു, ഏതെങ്കിലും ശത്രുരാജ്യത്തിന് മുമ്പിലോ ആരെങ്കിലും മുമ്പിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ അവരുടെ ദൈവമൊന്നും നമ്മുടെ നേരെ വരട്ടെ, പക്ഷേ ദൈവത്തിന്റെ കയ്യിലേക്ക് വീണ് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദയ വലിയതാണ്. ഹാലേലൂയ. എന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തെ യഥാർത്ഥമായിട്ട് നമ്മൾ അറിയണം, ദൈവത്തിന്റെ സ്വഭാവത്തെ. നമ്മുടെ ഹൃദയത്തിൽ ഒരു ഒരു കുറ്റബോധം തോന്നിയാൽ പോലും നമ്മൾ ദൈവത്തിന്റെ കർത്താവേ എന്ന് വിളിച്ചാൽ പോലും മനസ്സലിയുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്ന അറിയണം. നമ്മുടെ അപ്പന്റെ ഹൃദയം നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ പറയും, നമ്മൾ ഒരു പരീക്ഷയെ കൂടെ കടത്തി വിടുമ്പോൾ തന്നെ ദൈവം അതിനുള്ള പരിഹാരം കണ്ടിട്ടാണ് വിടുന്നത് നമ്മൾ പറയേണ്ടത്. ശരിയാണ്. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഹാലൂയ. അപ്പം അതൊന്ന് എടുത്താൽ മാത്രം മതി. ഇവിടെ ദാവീദ് അത് തന്നെ പറഞ്ഞു. ദൈവത്തിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് വീണ് കൊടുക്കുക, ദൈവത്തിന്റെ കരുണ വലുതാണെന്ന്, അല്ല ദയ വലുതാണെന്ന് തിരിച്ചറിഞ്ഞ ദാവീദ് ദൈവസന്നിധി ഏൽപ്പിക്കുക. അപ്പൊ അവിടെ 3 ദിവസത്തെ മഹാമാരി. ഹാലേലിയ. ഒരു ദേശം മൊത്തം മുക്കിക്കളയേണ്ട എത്ര ദിവസം മഹാമാരിയൊക്കെ വേണം സിസ്റ്ററെ? ഒരു ദിവസത്തെ മഴ മതിയല്ലേ? പക്ഷെ ഈ ഇടയ്ക്ക് നമ്മൾ കേട്ട് 2018 പ്രളയം മഴയും കൊണ്ടോ ഇതുകൊണ്ടോ ഒന്നുമല്ല. ഈ എന്താ പറയാ, നമ്മുടെ കുറെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരുന്നവര് ഒരു ബോധവും ഇല്ലാതെ ചില ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വിട്ടതുകൊണ്ട് സംഭവിച്ചതാണ്. അത് മാൻ മെയ്ഡ് ആയിരുന്നു. അല്ലാതെ പ്രകൃതി ദുരന്തമായിരുന്നില്ല എന്ന് ഈ ദിവസങ്ങളിൽ അതിന്റെ തെളിവ് സഹിതം തെളിയിക്കപ്പെടുകയുണ്ടായി എന്ന് പറയുന്നുണ്ട്. കാരണം അത് പിന്നെ അപ്പൊ ഇവിടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമ്മളിവിടെ തിരിച്ചു വരികയാണ്. എന്താ നമ്മുടെ ഇവിടെ 3 ദിവസത്തെ മഹാമാരി. അവിടെ മഹാമാരി പെയ്ത സമയത്ത് എന്ത് പറഞ്ഞു? അങ്ങനെ യഹോവ ഇസ്രായേൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചു. അപ്പൊ ആരെ മഹാമാരി അയക്കുന്നത്? ഹല്ലേലൂയ.
അപ്പം ഏത് മഹാമാരി വന്നാലും നമ്മൾ പറയും കോവിഡ് വന്നപ്പോൾ പറഞ്ഞ് ചൈനക്കാര് അത് പിശാജ് എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. കോവിഡ് വന്ന് പ്രാർത്ഥിച്ച ദൈവം എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പറഞ്ഞു, നീ പ്രാർത്ഥിക്കേണ്ട, ഇപ്പോഴൊന്നും ഇത് മാറത്തില്ല. അതിനുവേണ്ടി കോവിഡ് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയേ ചെയ്യുന്നു എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. നിനക്കുള്ളതിനെ പ്രൊട്ടക്ട് ചെയ്തു, അല്ലെങ്കിൽ നിനക്ക് വരുത്തില്ല എന്നൊരു ഉറപ്പ് ദൈവം തന്നു. ഹല്ലേലൂയ. ആമേൻ. മഹാമാരി ഹല്ലേലൂയ അയക്കുന്നത് ആരാന്ന് വെച്ചാൽ ആമേൻ അത് പിശാച് ആണ് പ്രവർത്തിക്കുന്നെങ്കിലും അത് അയക്കുന്ന ദൈവം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മഹാമാരി അങ്ങനെ ഇസ്രായേൽ രാവിലെ തുടങ്ങി നിശ്ചയാവധിയിൽ മഹാമാരി അയച്ചു. ദാൻ ദേശവൽ ജനത്തിന് 70,000 പേർ മരിച്ചുപോയി. ഹല്ലേലൂയ. എന്നാൽ ദൈവദൂതൻ യെരൂശലേമിനെ ബാധിപ്പാൻ അതിന്റെ മേൽ കൈ നീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് ജനത്തിന് നാശം ചെയ്തതുകൊണ്ട് മതി, നിന്റെ കൈ പിൻവലിക്കുക എന്ന് കൽപ്പിച്ചു. അപ്പൊ ആര് കൽപ്പിക്കണം? ചിലത് പിൻവലിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കൽപ്പന വരണം. ഹല്ലേലൂയ. മറ്റെന്ത് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നത്, എത്രയൊക്കെ വലിയ ശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും മറ്റെന്തൊക്കെ ടെക്നോളജി വന്നെന്ന് പറഞ്ഞാലും പക്ഷെ മരണത്തെ തടുത്ത് നിർത്താൻ ഇവരെ കൊണ്ട് ആരെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. പറ്റുമായിരുന്നെങ്കിൽ കോവിഡ് വന്നപ്പോൾ എല്ലാവരും കയറി പരിക്കാത്തവരെ അടയ്ക്കത്തില്ലായിരുന്നു. പാവപ്പെട്ടവനും പണക്കാരനും ഹല്ലേലൂയ. എത്ര വലിയ ശാസ്ത്രജ്ഞനാണെന്നോ എല്ലാവരും ഹല്ലേലൂയ റൂമിൻ്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ട പോലെ ഇരിക്കത്തില്ലായിരുന്നു. കാരണം അവർക്ക് മരണത്തെ ജയിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, പക്ഷേ അത് കഴിയില്ല. കാരണം അതുകൊണ്ടാണ് പറയാം, ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ ആയുസ്. നമ്മുടെ വത്സേൻ്റെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ആയുസ് യഹോവയുടെ ഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു പറഞ്ഞൊരു വാക്യം പ്രാർത്ഥിക്കട്ടെ. കാരണം വെച്ചാൽ അത് അവിടെ കെട്ടപ്പെട്ടിരിക്കുക. ഹാലേലിയ. അതിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. ഇവിടെ പറയുന്ന ദൈവം ഹാലേലിയ അവിടെ ഇസ്രായേൽ ബാധിപ്പോ അവിടെ നാശം മതി എന്ന് ദൈവത്തിന് ഹാലേലിയ തോന്നി, വിഷമം തോന്നിയിട്ട് മതി എന്ന് കൽപ്പിച്ചു. അതിനുശേഷം ദാവീദിനെ വീണ്ടും പ്രവാചകനെ പറഞ്ഞ് ദാവീദിന്റെ എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വന്നാൽ അതിന് പ്രശ്നം മാത്രമല്ല പരിഹാരവും ദൈവം അവിടെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവം അതറിയാം. അപ്പൊ നമുക്കത് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ അടുക്കലേക്ക് ആരെങ്കിലും പറഞ്ഞു വിടും, നിന്നെ എന്നെ പരിഹാരം ചെയ്യുക, നീ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഇവിടെ ഞാൻ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടം തോന്നിയ കാര്യങ്ങളല്ല. ഞാൻ ഇതൊന്നും ഇത് വായിച്ചിട്ട് ഞാൻ വേറെ കുറെ വാക്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിരുന്നു. പക്ഷേ എന്നോട് ഈ പരിശുദ്ധാത്മ കേടി നടക്കുക. ഇവിടെ ദാവീദ് കണ്ടിട്ട് എവിടെ പറഞ്ഞു, യഹോവയോട് ഞാനല്ലോ പാപം ചെയ്തത്. ഇവിടെ ആടുകൾ അവര് യെരൂശലേമിനെ ബാധിക്കാൻ വരുന്നത് കണ്ടപ്പോഴാണ് ദാവീദ് പറഞ്ഞത്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്ത്, ഈ ആടിൽ എന്ത് ചെയ്തു, നിന്റെ കൈ എനിക്കും എന്റെ പ്രതിഭവനത്തിനും വിരോധമായിരിക്കട്ടെ. ദാവീദിന് മറ്റുള്ളവർ ഹാലയില്ലേ അതിൽ നശിച്ചു പോകുന്ന കണ്ടപ്പോൾ, അല്ലെങ്കിൽ യെബൂസിനെ അരവനയുടെ മെതിക്കളത്തിലേക്ക് നിൽക്കുന്ന കണ്ടപ്പോൾ ദാവീദോട് പറയുന്ന കാര്യം, ഞാനല്ലോ കർത്താവെ പാപം ചെയ്തത്. നമ്മൾ ഇന്ന് എല്ലാവർക്കിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്വന്തം പാപം മാത്രം അവർക്ക് ബോധമില്ല, അടുത്തിരിക്കുന്ന എല്ലാവരുടെയും പാപത്തെക്കുറിച്ച് ബോധമുണ്ടാവും. അല്ലേ? ഇപ്പൊ ഒരു സഭ വളരുന്നില്ല എന്നുള്ള ഇത് വന്നാൽ പറഞ്ഞു അവര് ശരിയല്ലാത്തോണ്ട്, ഇവര് ശരിയല്ലാത്തോണ്ട്, പാസ്റ്റർ ശരിയല്ലാത്തോണ്ട് സഭയ്ക്ക് വളർച്ചയില്ല. ഞാൻ ശരിയാണോ? ഇത് നോക്കണം. അതുപോലെ തന്നെ അമ്മ എപ്പോഴും പറയും, അവര് വിളിച്ചില്ലല്ലോ, ഇവര് വിളിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പം എന്ന് വെച്ചാൽ സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ബന്ധുക്കളെ സ്വന്തക്കാരെ വിളിച്ചില്ലെങ്കിൽ കാണാൻ വന്നിൽ പരാതി. അപ്പം ഞാൻ അമ്മ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഇല്ല. അമ്മ ആരെല്ലാം കാണാൻ പോകുന്നുണ്ടോ? കാണാൻ പോകുമ്പോൾ എനിക്ക് വയ്യാത്ത, ഞാൻ പറഞ്ഞപ്പോൾ വയ്യാത്തണ്ടോ കുഴപ്പമില്ല. പക്ഷേ ആരെയും വിളിക്കുന്നുണ്ടോ? അതില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അത് നമ്മൾ ചെയ്യാനാ കർത്താവ് പറഞ്ഞേക്കുന്നത്. അല്ലേ? ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച അവിടെ ഞങ്ങളുടെ ചർച്ചിലെ ബിജു പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. മിനി സിസ്റ്റർ വീട്ടിൽ പ്രെയർ വെച്ചു. ഞാൻ വിചാരിച്ചു ആരും വരില്ലായിരിക്കും, കാരണം ഒന്നെന്ന് വെച്ചാൽ ഞാൻ മിനി സിസ്റ്റർ ആരുടെയും വീട്ടിൽ പ്രേരണ പോകുന്നു എന്ന് പറഞ്ഞേക്കാണ് ഞാൻ ശരി കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒന്ന് പോവാറില്ല. അവിടെ ആരുടെ ഒന്നാമത് ഇവിടുന്ന് പോകാൻ പറ്റാത്തൊരിതായിട്ട് പോവാം, പക്ഷേ പോവാറില്ല. പിന്നെ രണ്ടാമത് ചില ആൾക്കാർക്ക് എന്നെ അത്ര അക്സെപ്റ്റഡ് അല്ലല്ലോ, കാരണം ഞാൻ ഈ ഓർണമെന്റ്സ് ഒക്കെ ഇടുന്നത് കൊണ്ട് അവർ IPC കാരല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞ ഗ്രേസി, നീ പപ്പായെ കൂടെ റെഡിയാക്കിക്കോന്ന് പറഞ്ഞു. കാരണം നമ്മള് 3 പേരായി. എന്നിട്ട് ബസ്സിന് എടുക്കണം തുടങ്ങുക. മോൻ എടാ നീ കുളിച്ച് റെഡിയായി പെട്ടെന്ന് വന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അല്ലെന്ന് വെച്ചാൽ അപ്പോൾ 4 പേരെ, പിന്നെ 2 പേരായാലും കാറിൽ കയറുന്നത് 5-6 പേരെങ്കിലും ഉണ്ടാകണം എന്തായാലും, പ്രെയർ അല്ലേ എന്ന് വിചാരിച്ചു. പാസ്റ്റർ ഞാൻ അടച്ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതുവരെ ഒരു കുടുംബ പ്രാർത്ഥന നടത്തിയത് വരാത്ത കിടക്ക് സകല ആൾക്കാർ അവിടെ വന്നത്. അല്ലാതെ ഇവിടെ ഹോള് നിറച്ച ആളായിരുന്നു പറയാം. അപ്പൊ ഞാൻ വിചാരിച്ചു ആരും ഉണ്ടാകത്തില്ല, പക്ഷെ ഇത്രയും ആൾക്കാർ. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ കർത്താവേ, ഞാനിതുവരെ എങ്ങും പോയിട്ടില്ലെങ്കിലും ദൈവം ഹാലില്ല
നമ്മൾ സാധാരണ എന്ത് ചെയ്യണം, നമ്മൾ എന്താ നമ്മുടെ ആഗ്രഹം എന്താ? ഒരു വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പോൾ നിറയെ ആൾക്കാർ വരണം അല്ലേ? നമ്മൾ വല്ലതും പോകാറുണ്ടോ? ഇതാണ് പ്രശ്നം. ഹാലയില. പക്ഷെ എങ്കിലും ഹാലയില, ഞാൻ പറഞ്ഞു പാസ്റ്ററിന്, കാരണം എന്താ പറയുക, ഈ കുടുംബ പ്രാർത്ഥന ഓർത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഹാലയില ഒരു മാസം മുമ്പ് തുടങ്ങിയ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഹാലയില ഇതിന് വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ ഞാൻ പറയും ഇങ്ങനെ, എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം വന്നപ്പോൾ തന്നെ ഞാൻ പറയും ഇങ്ങനെ ആഗ്രഹമുണ്ട് ഹാലയില, മെയ് 5-ാം തീയതി വീട്ടിൽ പ്രെയർ വെക്കണമെന്ന് പ്രാർത്ഥന. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഹാലയിലിയ. അതുകൊണ്ടാണ് ദൈവം ഇത്രയും ആൾക്കാരുടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെയൊക്കെ പറയുന്നത് നമ്മൾ എന്താകണമെന്ന്, നമുക്ക് എന്ത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക, നമ്മളത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഹാലൂയ. അപ്പൊ നമുക്ക് ഒരാൾ നമുക്കൊരു സങ്കടത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കണം തോന്നുന്നു. നമ്മളും ഇതുപോലെ ഒരു സങ്കടം വരുമ്പോൾ മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് മനസ്സ് വെക്കണം. ഒരാൾക്ക് വേണ്ടി അല്പസമയം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ മനസ്സ് വെക്കണം. അപ്പൊ ഇതെല്ലാം നമ്മുടെ ചെയ്യും. അപ്പൊ ദാവീദ് ഇവിടെ ഹാലയിലിയ ചെയ്യുന്ന കാര്യം, ഞാൻ ആ തെറ്റ് ചെയ്തത് മറ്റുള്ളവരെ നീ ശിക്ഷിക്കരുതേ എന്നൊരു തോന്നൽ ദാവീദിന് വന്നു. കാരണം സ്വന്തം കുറ്റം തിരിച്ചറിഞ്ഞിട്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹാലയിലിയ. അവിടെ പറഞ്ഞത് അങ്ങനെയാ, ഞാനിപ്പോ യാതൊരു ചെയ്യുന്നത്, നിന്റെ എനിക്കും എൻ്റെ പ്രതിഫലത്തിൽ നീ എന്തെങ്കിലും ശിക്ഷയുടെ കർത്താവ് നീ എനിക്ക് തന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനല്ലോ തെറ്റ് ചെയ്തത്. ഹാലല്ലേ. അവിടെ ദാവീദ് അന്ന് പറയാം. അപ്പൊ അത് അന്ന് തന്നെ, അപ്പൊ തന്നെ ആ ഒരു വാക്ക് കൊണ്ട് വന്നപ്പോ തന്നെ, അന്ന് തന്നെ 4 ദിവസം കഴിഞ്ഞിട്ടൊന്നല്ല പറഞ്ഞത്, അന്ന് തന്നെ ആ പ്രാർത്ഥന കേട്ടിട്ട് ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ചെന്ന് യെബൂസ്യരുടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. യഹോവയുടെ കൽപ്പന പ്രകാരം ഗാദ് പറഞ്ഞ ദാവീദ് അവിടെ പോയി. ദാവീദിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു കാര്യം ഇങ്ങനെ വന്നു, കർത്താവേ ഞാനല്ലോ തെറ്റ് ചെയ്തത്, എനിക്കായിക്കോട്ടെ ശിക്ഷ, മറ്റുള്ളവരെ ശിക്ഷിക്കുന്നത് പറഞ്ഞ് അന്നേരം തന്നെ ദൈവം പ്രവാചകനെ അയക്കുക. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ചിലപ്പോൾ ദാവീദ് ഉറക്കം പോലും ആയിരിക്കത്തില്ല പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ദൈവമേ ഇന്നത് എനിക്ക് എൻ്റെ കുറവാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ ദൈവം അപ്പൊ തന്നെ നമുക്ക് അതിനുള്ള സൊല്യൂഷനായിട്ട് ആളെ അയച്ചു തരും. ഹല്ലേലൂയ. ഇവിടെ അവിടെ തന്നെ എന്നിട്ട് പറയുന്ന വെച്ചാൽ, അപ്പൊ യഹോവയുടെ കൽപ്പന ദാവീദ് അപ്പൊ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്നേ പറഞ്ഞോളൂ. ദാവീദിനോട് പോകാൻ പറഞ്ഞില്ല പ്രവാചകൻ. പറഞ്ഞോ? ഇല്ല. ദാവീദ് രാജാവാ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയോട് ചെന്നിട്ട് പറയാം, നീ അവിടെ പോയിട്ട് കാര്യം ചെയ്ത് ദൈവം പറഞ്ഞപ്പം പുള്ളി എന്താ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുക? നോർമലി എന്താ ചെയ്യുക? ആരെങ്കിലും ഉന്നതന്മാരെ ആൾക്കാരെ പറഞ്ഞു വിടും. അല്ലെച്ചാൽ ആ കാണേണ്ട ആളുടെ സ്റ്റാറ്റസ് അനുസരിച്ച് പറഞ്ഞു വിടുന്നത്. ഇതൊരു ഒരു ഇടയനാണെന്ന് മനസ്സിലായി, ഒക്കെ ഒത്തിരി ആടുകളുണ്ടെന്ന് മനസ്സിലായി. നമ്മൾ 20 ദിവസം വായിക്കുകയാണെങ്കിൽ അതിനകത്ത് 3 മക്കളുണ്ടായിരുന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിടേക്ക് ദാവീദ് തന്നെ പോവുക. ദൈവയുടെ കൽപ്പന പ്രകാരം ഇവിടെ പറയുന്നതൊക്കെ യാഗപീഠം പറഞ്ഞ ദാവീദ് അവിടേക്ക് പോയി. അരവനെ നോക്കി രാജാവ് അവന്റെ ഭൃത്യന്മാരെ അടുക്ക വരുന്നത് കണ്ടാരെ അരവനെ പുറപ്പെട്ട് ചെന്ന് രാജാവിന്റെ മിസായിട്ട് അവിടെ നമ്മൾ കാണുന്ന കാര്യം, ഇത് യാഗപീഠം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അതിനു വേണ്ടി ഞാൻ വന്നത്, എനിക്ക് സ്ഥലം വേണം എന്നൊക്കെ പറയുമ്പം പുള്ളി ഇതെല്ലാം അങ്ങ് എടുത്തു അല്ലേ? കാൽക്ക് വേണ്ട യജമാൻ രാജാവ്, നീ അതെല്ലാം എടുത്തോ, ദൈവത്തിന് യാഗപീഠം അല്ലേ എടുത്തോന്ന് പറയുമ്പോൾ ദാവീദ് അവിടെയും പറഞ്ഞ കാര്യം വെച്ചാൽ, അല്ല അങ്ങനെയല്ല, ഞാനത് നിന്നോട് വിലക്കേ വാങ്ങിയുള്ളൂ, എനിക്ക് ഒന്നും ചെലവില്ല, ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് കളത്തെയും കാളകളെയും 50 ശെക്കെൽ വെള്ളിക്ക് വാങ്ങി. ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു, ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ട് ഇസ്രായേലിനെ ബാധ വിട്ടുമാറുകയും ചെയ്തു. ഹാലലുയ. അപ്പം ഇവിടെ അവിടെ ചെന്നപ്പോഴും എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ ചെയ്യത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ ദൈവം പറഞ്ഞാൽ നമുക്കൊന്നിനും ചെലവില്ലാതെ അല്ല അത് ചെയ്യേണ്ടത്. നമുക്ക് തരുന്നത്, നമുക്ക് ലഭിക്കും, നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് സ്പെൻഡ് ചെയ്ത് വേണം ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്. അത് വിലക്കേ വാങ്ങിയുള്ളൂ. വെറുതെ വല്ലവരുടെ സ്ഥലത്ത് ദാവീദ് അത് വിലക്ക് വാങ്ങി അവിടെ ഹോമയാഗം സമാധാനയാഗങ്ങളും കഴിച്ചു. ഹാലലുയ. അത് കഴിഞ്ഞപ്പോഴത്തേന് അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ട് ബാധ ഇസ്രായേലിന് വിട്ടുമാറി. അപ്പൊ ദൈവം ഇസ്രായേലിന്റെ പ്രാർത്ഥനയെ കേട്ട് ബാധ വിട്ടുമാറി. അപ്പൊ ചില ബാധ വന്നു കഴിഞ്ഞ്, ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഇന്നലെ ഞാൻ എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ പറയാറുണ്ട്, അല്ലെ, നമുക്ക് നേരെ ഒരു മനുഷ്യന്റെ വാക്ക് പറയണമെങ്കിൽ, നമുക്ക് വിരോധമായിട്ട് ഒരാൾ എവിടെയെങ്കിലും ഒരു ഗോസിപ്പ് പറഞ്ഞെന്ന് പറയാം, നിങ്ങൾ അതിനകത്ത് കിടന്ന് പെപ്രളപ്പിടിയൊന്നും വേണ്ട. കാരണം എന്താന്ന് വെച്ചാ ആ ഒരു ഗോസിപ്പ് അവിടെ വരണമെങ്കിൽ ദൈവം അനുവദിക്കുന്നതാ. ചില ദൈവദാസന്മാരെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവരന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞ ഗോസിപ്പാ,
പുള്ളി ഇന്ന് ഈ ശുശ്രൂഷയുടെ രീതിയിലേക്ക് പുള്ളി ഉയർത്തിയതെന്ന്. കാരണം ഇതാട്ടെ, ഈ ഗോസിപ്പ് വന്നപ്പം പുള്ളിക്കാരനാകപ്പാട് ഇത്രയും നാൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടു. പുള്ളി തകർന്നു പോയി. പുള്ളി എന്ത് ചെയ്തു? ആമി മുറിക്കാത്തൊരു വാതിലടച്ച് ദൈവസേന നിലവിളിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പുള്ളിയെ ദൈവം ശക്തനായ ശുശ്രൂഷനായി പുറത്തു കൊണ്ടുവരാൻ കാരണമായി. അപ്പോൾ ചില ഗോസിപ്പുകളാണ് അവരെ ഈ ശുശ്രൂഷ ലെവലിലേക്ക് അവരെ ഉയർത്തിയെന്ന് പറയാറുണ്ട്. അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പ്രതികൂലങ്ങളുമാണ് നമ്മളെ കൂടുതൽ നല്ല കരുത്തുള്ളവരാക്കുന്നത്. അല്ലെ? നമ്മൾ പണ്ട് ഈ ആൾക്കാരെ പറയപ്പോഴും ഈ വള്ളം തുഴയുന്നവരെ കുറിച്ചൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അല്ലെ? തിര അനുകൂലമാകുമ്പോൾ തുഴയുന്നത് എല്ലാവർക്കും പറ്റും. പക്ഷേ തിര പ്രതികൂലമായി നിൽക്കുമ്പോൾ അതിനെ തുഴയണമെങ്കിൽ നല്ല കരുത്തരായ തുഴക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അല്ല, അപ്പോൾ ഇവിടെയൊക്കെ ഏത് പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഞാൻ ഇന്നലെ വൈകിട്ട് നമ്മളൊരു സഹോദരിയോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു, ഹാലേലിയ, നമ്മുടെ നേരെ ഒരു വാക്കൊരാൾ ഉച്ചരിക്കണമെങ്കിൽ ദൈവം അനുവദിച്ചു കൊടുക്കാതെ ഉച്ചരിക്കത്തില്ല. കാരണം അപ്പൊ ദൈവം അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഓർത്ത് സങ്കടപ്പെട്ട് എതിർത്ത് നിൽക്കുകയല്ല അവിടെ ചെയ്യണം. നമ്മൾ എന്താ വെച്ചാൽ ദൈവം അത് അനുവദിച്ചതാണല്ലോ, അല്ലാണ്ട് അതിന് ദൈവത്തിന് പർപ്പസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ കുത്തുവാക്കുകളും കേൾക്കാൻ ഒരു സ്തോത്രം പറഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ഹിതം അവിടെ നടക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മളെ കുത്തിക്കൊണ്ടിരുന്ന പിശാചിന് പോലും ലജ്ജ തോന്നിപ്പോകും. കാരണം വെച്ച് കഴിഞ്ഞാല് എന്താ, ഞാൻ പറഞ്ഞിട്ടെന്ന് ഇവിടെ ഒരു മാറ്റവും ഇല്ല. അത് കേൾക്കുമ്പോൾ നമ്മൾ പോയിന്ന് കരഞ്ഞ് കണ്ണുനീര് ഒളിപ്പിച്ച് പ്രാർത്ഥനയും കളഞ്ഞ് നമ്മൾ വിഷമിക്കുന്ന കാണുകയാണെങ്കിൽ പിന്നെയും പിന്നെയും കുത്താനായിട്ട് നമ്മുടെ വൈരിക്ക് എന്ത് തോന്നും അറിയാം, ആഗ്രഹം തോന്നിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ താനെ നിന്നുള്ളത്. ഹാലല്ലേ. ദൈവം എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നത് വെച്ചാ ദൈവത്തിന് നമ്മൾ കൂടുതൽ ദൈവത്തോട് ആശ്രയിക്കണം, ദൈവത്തോട് അടുത്ത് വരണം എന്നെല്ലാം ആഗ്രഹിക്കുന്നത്. ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഞാനുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ആരെങ്കിലും നമ്മൾ ഓവർ സ്നേഹം ആരോടൊക്കെ വരികയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ഡിസ്റ്റൻസ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് ദൈവം മാറ്റിക്കളയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നീ അങ്ങോട്ട് സ്നേഹിക്കണ്ട, ഇവിടെ ഞാനുണ്ട്, ഇങ്ങോട്ട് സ്നേഹിച്ചാൽ മതി എന്ന് പറയുന്നത്. കാരണം ദൈവത്തിന് ചിലരോട് ചില ആൾക്കാരോട് ഉള്ളൊരിതാണ് ദൈവത്തിന് ഭയങ്കര ഇൻറ്റിമസിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുക. വെച്ചാൽ നമ്മളെല്ലാത്തിനും ആരെ ആശ്രയിക്കണം? ദൈവത്തെ ആശ്രയിക്കണം. ഹാലേയ. ദൈവമുഖത്തേക്ക് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്താണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് വരണമെന്ന്, കൂടുതൽ ദൈവത്തോട് അടുത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ നിന്ന് മറ്റ് പലതും ദൈവം മാറ്റിവിടും. ഞാൻ ഒരുപാട് വാക്യങ്ങൾ ഇന്നലെ എഴുതി വെച്ചു. എന്തൊക്കെയാണെന്ന് പറയാം, പിശാചി പലപ്പോഴും കയറി എൻ്റർ ചെയ്തേക്ക് ദൈവം അനുവദിച്ചു കൊടുത്തേക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങൾ ഈവൻ പിശാചിനെ ദൈവം എവിടെയാ യേശു കർത്താവിന്റെ ജീവിതത്തിൽ വരെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലേ? പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. എന്താ? ബോസിക്കാൻ വേണ്ടിയിട്ട്, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാർത്ഥന. അവിടെ 40 നാൾ പിശാചി പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു എന്ന് എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞപ്പം പുറത്തേക്ക് വന്നപ്പോൾ നേരിട്ട് 40 ദിവസം കഴിഞ്ഞ് ഉപവാസം കഴിഞ്ഞ് വിശന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന്ന് അടുത്ത് നേരിട്ട് നിൽക്കുക, മുമ്പ് നിൽക്കുക പിശാചി. പരീക്ഷിക്കപ്പെട്ടില്ലേ? പരീക്ഷിക്കപ്പെട്ടു. പിശാചിന്റെ പത്രോസിനെ കുറിച്ച് പറയുന്ന ദൈവം പറയുന്നത്, പിശാച് നിന്നെ പാറ്റേണ്ടത് എന്നോട് ചോദിച്ചു, ഗോതമ്പ് പോലെ പാറ്റ, പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. അപ്പോഴും പിശാച് ആരോട് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കയറുന്നത്? ദൈവത്തിന്റെ പെർമിഷൻ വേണം. യോബിന്റെ പുസ്തകത്തെ നമുക്കറിയാം. യോബിനെ ദൈവസേന നിൽക്കാൻ ചില പിശാചി ഒന്നും അങ്ങോട്ട് ചോദിച്ചില്ല. പക്ഷെ ദൈവം ചോദിക്കും, നീ എന്റെ ഭക്തനെ കണ്ണുവെച്ചോ? അതെനിക്ക് മനസ്സിലായി. കണ്ണ് വെക്കുമ്പോ തന്നെ ദൈവത്തിന് മനസ്സിലായി. പറഞ്ഞില്ല, അവൻ ചോദിച്ചില്ല. പക്ഷേ കണ്ണ് വെച്ചപ്പോ തന്നെ ദൈവത്തിനറിയാം നമ്മളെ കണ്ണ് വെച്ചാൽ അപ്പൊ ദൈവം. പക്ഷേ അവന് കയറാൻ പറ്റിയോ? തൊടാൻ പറ്റിയോ? ഇല്ല. പക്ഷെ ദൈവം പറയുന്നത്, ദൈവത്തോട് നീ ചുറ്റും വേലി കെട്ടി വെച്ചേക്കുമല്ലേ, പിന്നെ ഞാനെങ്ങനെയാ കയറുന്നത്? അപ്പൊ അവിടെ ദൈവം അനുവദിച്ചു കൊടുത്ത്, എന്താ, വേലി പൊളിച്ചു കൊടുക്കുമ്പോഴാണ് കയറാൻ പറ്റുക. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാത്തിനും ദൈവം അറിയാണ്ടല്ല സംഭവിക്കുന്നത്. നമ്മൾ നന്മ വരുമ്പോഴേ പറയുമ്പോൾ എല്ലാം ദൈവം തന്ന്, തിന്മ വരുമ്പോൾ എല്ലാം പിശാച് കൊണ്ടുവന്ന് അല്ലെന്നേ. തിന്മ കൊണ്ടുവരുന്ന പിശാചാണ്, പക്ഷേങ്കിൽ അത് ദൈവത്തിന്റെ പെർമിഷനോട് കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ഒറ്റ മറുപടി എനിക്ക് പറയുന്നുള്ളൂ. നമ്മൾ ആകുന്ന പോലെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുക്കേണ്ട പോലെ അടുക്കാത്തപ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്താത്തപ്പോൾ അവിടെയൊക്കെയാണ് ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടെങ്കിൽ, ഒരുപാട് സങ്കടം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പക്ഷേ നമുക്കൊരു സങ്കടം വന്ന് നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ലാന്ന് തോന്നി നമ്മൾ എന്താ ചെയ്യുന്നത്?
ദൈവസന്നിധിയിലേക്ക് വന്നും കൂടെ കരയല്ലേ. ചിലപ്പോൾ പ്രാർത്ഥിക്കത്തിലായിരിക്കും, പക്ഷേ കരയിരുന്നിട്ട് അത്രയെങ്കിലും ചെയ്യും നമ്മൾ. നിലവിളിക്കും ദൈവസന്നിധിയിൽ. ഹാലേലൂയ. എന്താ കർത്താവേ, ഹാലേലൂയ, ഇത് എനിക്കൊന്ന് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് പറ്റും. ഞാൻ നിലവിളിച്ചിട്ടുണ്ട്, ഞാൻ വാവിട്ടൊക്കെ നിലവിളിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ദൈവസന്നിധിയിൽ കരയും. കാരണം വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ അത്രയും ഭാരം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ നമ്മൾ കരയും. ഈ കണ്ണുനീര്, ഹാലേലൂയ, വീണാൽ, ഞാൻ പറയും, നമ്മൾ ദൈവം സ്നേഹിക്കുന്ന മക്കളാണ് നമ്മളെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണ ദൈവത്തിനോട് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഹാലയില്ലേ. കാരണം ഒരു തുള്ളി കണ്ണുനീരിന് വരെ വിലയാണ്. ഞാൻ നമ്മളിപ്പോഴും പറയണം തുരുത്തിയിലാക്കി വെക്കുന്നൊക്കെ. പക്ഷെ അത് വെളിപ്പാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ. അവിടെ ഇങ്ങനെ ഓരോ ഇങ്ങനെ സ്വർണ്ണക്കലം പോലെ ഒരു കുടത്തിൽ ഇങ്ങനെ ആക്കി അത് വെക്കുന്ന ഹാലലിയ. എന്നിട്ട് അത് നിറയുമ്പോൾ അത് എടുക്കുന്നത് ഹാലലിയ. അപ്പോൾ അതിന് നമ്മുടെ മറുപടിയൊക്കെ കണ്ണുനീരെല്ലാം വെറുതെ നമ്മൾ വെച്ച് ഒഴുകി ഇങ്ങനെ പോകും. പക്ഷെ ദൈവത്തിന്റെ അവിടെ അത് തുരുത്തിയിലാക്കി വെക്കുന്നത് സത്യം, അത് അങ്ങനെ ആക്കി വെക്കും. കാരണം നമ്മുടെ കണ്ണുനീർ അത്ര വിലയുള്ള ദൈവസന്നിധി അപ്പൊ നമ്മൾ കരയുമ്പോൾ ദൈവത്തിന്റെ മനസ്സ് അവിടെ അലിയുമെന്ന് നമ്മൾ പാട്ടുകാരൻ പാടി. പക്ഷെ അങ്ങനെയല്ല, ദൈവത്തിന് ഭയങ്കര അതിനുമേൽ പ്രവർത്തിക്കും. ചില കാര്യങ്ങൾ ദൈവം ചിലപ്പോൾ അല്പം സമയം എടുക്കും അത് പ്രവർത്തി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടാൻ വേണ്ടി. കാരണം വെച്ചാൽ നമ്മൾ കരയുമ്പോഴും നമ്മുടെ മനസ്സെന്താന്ന്, ഹൃദയം എന്താണെന്നും കൃത്യമായിട്ട് അറിയുന്ന ദൈവമാണ്. ഇവിടെ ഈ ഫസ്റ്റ് ക്രോണിക്കൽസും ഈ സെക്കൻഡ് ശമൂവേലും വായിക്കുമ്പോൾ കുറെ കാര്യങ്ങളുടെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കാര്യങ്ങൾ അതിനൊക്കെ മേ ബി അതിൻ്റെതായ റീസൺ ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞേക്കുന്ന പ്രവാചകന്മാരുടെ രണ്ടുപേരെ പേര് പറഞ്ഞേക്കുന്ന വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന 50 വെള്ളി ഷേക്കലും മറ്റേ അടുത്ത 600 ഷേക്കൽ സ്വർണം കൊടുത്ത് മൊത്തം, അത് ചിലപ്പം യാഗം കഴിക്കാൻ ആ സ്ഥലം വാങ്ങിച്ചതിന് ശേഷം ചിലപ്പോൾ മൊത്തം വാങ്ങിയിട്ടുണ്ടാവും. എഴുതപ്പെട്ട എണ്ണ സെൻസസ് എടുത്ത സംഖ്യയിൽ വ്യത്യാസമുണ്ട്. ഇതെല്ലാം രണ്ടും ഒന്ന് സംഭവിച്ചപ്പോൾ തന്നെ എഴുതിയത്. പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് കറക്റ്റ് ഫിഗർ എഴുതുന്നതാണ്. നമുക്കറിയാം ക്രോണിക്കൽസിനകത്ത് എഴുതുന്ന എപ്പോഴും അങ്ങനെ രാജാക്കന്മാരെ കുറിച്ച് അവർ കാലം കഴിയപ്പോൾ അത് കഴിഞ്ഞ് ദിനവൃത്താന്ത പുസ്തകം എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതപ്പെടുന്ന പുസ്തകമായതുകൊണ്ട് ദൈവദിനം തോറും സഭ. അപ്പോൾ അവിടെയൊക്കെ വന്നേക്കുന്നതിനകത്ത് അവിടെ ആ വ്യത്യാസങ്ങളൊന്നും നമ്മൾ കണക്കാക്കണം. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ദൈവത്തിന്റെ കോപം ജ്വലിച്ചെന്നും ഒരിടത്ത് പറഞ്ഞ പിശാജ് ദാവീദിന് തോന്നിച്ചു എന്ന്. അപ്പൊ പിശാജാണ് ദാവീദിന്റെ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചിന്ത വന്നാലും ആ ചിന്തകൾ ഒന്നുകിൽ ദൈവത്തിന്റെ ചിന്തകൾ അല്ലെങ്കിൽ പിശാജിന്റെ ചിന്തകളായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ചീഫ് മിനിസ്റ്റർ തിങ്കളാഴ്ച സ്ഥാനം വെക്കാൻ പോകുന്ന വി.ഡി. സതീശന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ടായിരുന്നു. എന്താ പറയാ, യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ എങ്ങനെയാ. അപ്പം യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഉദ്ധരിച്ച് പറയുമ്പോൾ അവിടെ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എവിടെയാണ് കൃത്യമായ വാക്യം എന്നതാണെന്നും പറഞ്ഞിട്ടില്ല പുള്ളി. പക്ഷെ വാക്യം 3-ാം അധ്യായത്തിലുണ്ട്. ഞാൻ എടുത്തു നോക്കുകയും ചെയ്തു. അപ്പം ആ പറഞ്ഞ വാക്യം അവിടെ ഉള്ളു. അപ്പൊ ഇന്നതുപോലെ പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന കാര്യം അവിടെ എവിടെയോ പറഞ്ഞോട്ടെ, പക്ഷെ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. മറ്റുള്ളവർക്കൊരു വിഷമം വരുമ്പോൾ, അവന്റെ സഹോദരന്റെ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ അവന് വേണ്ടിയിട്ട് ഒന്ന് അതിന് നമ്മുടെ ഹൃദയത്തിലൊരു അതിന് പ്രവൃത്തി നമ്മൾ വെളിപ്പെടുന്നില്ലെങ്കിൽ, ഒരുവന്റെ വിഷമം കാണുമ്പോൾ നമുക്ക് മനസ്സറിയുന്നില്ലെങ്കിൽ നമ്മൾ ദൈവസ്നേഹമില്ല. അതാണ് നമ്മുടെ ഉള്ളിൽ കിടന്ന സ്നേഹം എന്ന് പറയുമ്പോൾ അതാണ് പറഞ്ഞത്. അതുപോലെ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഇവിടെ 1-2 കാര്യങ്ങൾ മാത്രം നമ്മൾ നോട്ട് ചെയ്താൽ മതി. ഒരു കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലായി, പിശാചിനെ കൊണ്ട് പ്രവർത്തിപ്പിച്ചത് ദൈവമാണെന്ന്. അപ്പം ദൈവം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടത് നമുക്ക് എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ, പലപ്പോഴും ഉള്ള കൺഫ്യൂഷൻ അവിടെ ഉണ്ടായ എന്തുകൊണ്ട് എണ്ണിയപ്പോൾ ദൈവത്തിന്റെ കോപം വരാൻ കാരണമായി എന്നുള്ളത്. അവിടെ കാരണം സെൻസസ് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് ദൈവം കൃത്യമായ പ്രമാണങ്ങൾ. അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആര് ചെയ്താലും, രാജാവ് ചെയ്താലും ഒരു പ്രജ ചെയ്താലും, ആര് ചെയ്താലും, ഇപ്പൊ നമ്മുടെ പുരോഹിതന്മാർ ചെയ്താൽ അല്ലെങ്കിൽ വലിയ വലിയ ശുശ്രൂഷകൾ ചെയ്താലും നമ്മൾ വിശ്വാസം ചെയ്താലും എന്ത് ചെയ്യുമ്പോഴും ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് നിങ്ങൾ ആ കാര്യം ചെയ്യണം. ആ പ്രമാണം വിട്ട് നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് ദൈവത്തിന് പ്രീതിയുള്ളത് ആയിരിക്കത്തില്ല. നമ്മൾ കൊടുക്കുമ്പോൾ ദൈവം പറഞ്ഞു എങ്ങനെ കൊടുക്കണം നിയമങ്ങള്, എങ്ങനെ കൊടുക്കണം ദൈവം പറഞ്ഞേക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന സംഖ്യയല്ല വലുത്. കൊടുക്കുന്നത് പൂർണ്ണ ഹൃദയത്തോട് നിങ്ങൾ കൊടുക്കണം. അല്പം കൊടുത്താലും അധികം കൊടുത്താലും നിങ്ങളുടെ പ്രാപ്തിക്കൊത്തോണം കൊടുത്താൽ ദൈവം പറയും. പക്ഷെ കൊടുക്കുന്ന എങ്ങനെയൊക്കെ സന്തോഷത്തോടെ കൊടുക്കണം. അയ്യോ, എന്തായാലും ഞാൻ പറഞ്ഞു പോയതല്ലേ, കൊടുത്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ കൊടുക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകത്തില്ല.
നമ്മൾ കൊടുക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി അത് സന്തോഷത്തോടെ കൊടുക്കണം. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. ഞാൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞതല്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഹാലലി എന്താ പറയാ, എന്ത് കാര്യം നമ്മൾ ആരാധിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കണം? പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ ആരാധിക്കണം, പൂർണ്ണ ശക്തിയോട് ആരാധിക്കണം, പൂർണ്ണ മനസ്സോട് ആരാധിക്കണം. ദൈവം പറഞ്ഞേക്കുന്നത് അങ്ങനെയാ. അല്ല, അപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിനകത്ത് ആ പ്രമാണത്തിന് ഉള്ളിൽ നിന്ന് നമ്മൾ ചെയ്യണം. അല്ല, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കോപമാണ് നമ്മുടെ നേരെ വരാൻ പോകുന്നത്. ഹാലലിയ. അവിടെ സ്നേഹമല്ല, കോപം ജ്വലിക്കും. ഹാലലിയ. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിനെല്ലാം നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ വരുമ്പം നമ്മൾ അത് ദൈവം അറിയാണ്ട വരുന്നത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് അതിനെ കുറിച്ച് ഭാരപ്പെടരുത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് ദാവീദിന് തോന്നിച്ച പോലെ നമ്മുടെ ഹൃദയത്തിൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഹാലലിയ നമ്മളൊന്ന് സങ്കടപ്പെടുക, ഒന്ന് അതിനെക്കുറിച്ച് ഒരു കുറ്റബോധം തോന്നുക, അല്ലെങ്കിൽ ഒരു ദൈവസന്നിധിയിൽ നിന്ന് എൻ്റെ ഭാഗത്ത് വന്നല്ലോ എന്നൊരു ചിന്ത വന്ന ഉടനെ തന്നെ ദൈവം പരിഹാരം തരുന്ന നോക്കുക. പരിഹാരം എത്ര വലുതാണെങ്കിലും അല്ലെങ്കിൽ എത്ര പ്രയാസമുള്ളതാണെങ്കിലും നമ്മൾ തന്നെ പോയി ചെയ്യണം. അത് നിന്നോട് ഒരിടത്തേക്ക് പോകാൻ പറയാ, നിന്നോടടുത്തേക്ക് ഒരാളെ കാണാൻ പറയാ, ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറയാന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ അതും നമ്മുടെ ഒരു വാക്കായിരിക്കും ഒരു മനുഷ്യന്റെ ജീവനെ പിടിച്ചു നിർത്തുന്നത്. ചിലപ്പോൾ നമ്മുടെ ഒരു ഫോൺ കോൾ ആയിരിക്കും ഒരാളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഹാലലിയ. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യും. നമ്മുടെ മേൽ വെറുതെ ഈ അഭിഷേകം പകർന്ന് അധികാരം തന്നിരിക്കുന്നില്ല ദൈവം. അനേകരെ വിടുവിക്കാൻ വേണ്ടി നമ്മളെ ആക്കി. നമ്മളോട് പറയാം ഇന്നൊരാളെ വിളിക്കുക അല്ലെങ്കിൽ ഇന്നൊരാൾ സംസാരം. അപ്പൊ ഞാൻ മാറിക്കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം അവര് സൂയിസൈഡ് ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നും കേൾക്കുകയാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ദൈവം ആരോട് ചോദിക്കുമെന്നറിയാം? അത് നമ്മളോട് ചോദിക്കും. നിന്നെ ഏൽപ്പിച്ചതല്ലേ ഞാനത്, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരിക്കലും ദേവദാസന്റെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഷാർജയിൽ വന്ന സമയത്ത് അടുത്ത അവിടെ ഈ പാസ്റ്റേഴ്സ് ഒക്കെ വന്ന് താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ കിടക്കുന്ന സമയത്ത് അപ്പുറത്ത് റൂമിലുള്ള ഒരാൾ രാത്രി 12 മണിയാകുമ്പോൾ ദൈവം പറഞ്ഞു നീ അവിടെ പോയി വിളിക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു രാത്രി 12 മണിയായില്ല, കർത്താവില്ല ഉറങ്ങുമായിരിക്കും. ഞാൻ എന്തിനാ പോയി ഡിസ്റ്റർബ് ചെയ്യുന്നത് വിചാരിച്ചിട്ട് പുള്ളി വെച്ച് രാവിലെ പോയി കാണാമെന്ന് വെച്ച് പുള്ളി കടന്നു. നേരം വിളിച്ചപ്പം ആൾക്കാരെ ബഹളം കേട്ട പുള്ളി കടന്നപ്പോൾ അതിനകത്ത് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് തൂങ്ങി നിൽക്കുക. പക്ഷേ ആ സമയം ദൈവം പറഞ്ഞ സമയത്ത് അവിടെ പോയിട്ടൊരു വാക്ക് പറഞ്ഞെങ്കിൽ അയാള് ആത്മഹത്യ പിന്നെ. അപ്പൊ ദൈവം പറയുമ്പം നമ്മൾ ദൈവത്തെ പഠിപ്പിക്കാൻ ചെല്ലല്ലോ ഓരോ കാര്യങ്ങൾ. ഒരാൾ വിളിക്കാൻ പറഞ്ഞ് വിളിക്കണം, പോകാൻ പറഞ്ഞ് പോകണം, പറയാൻ പറഞ്ഞ് പറയണം. ഹാലേലുയ. ഒരു വാക്ക് നമ്മുടെ ഒരു വാക്കായിരിക്കും ഹാലേലുയ ഒരു മനുഷ്യൻ. അപ്പൊ എന്താ നമ്മൾ കർത്താവ് തന്ന കാര്യങ്ങൾ പറയാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നമ്മൾ ചെയ്യണം. ഹാലേലുയ. അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലരെയൊക്കെ ഏൽപ്പിക്കും ചില കാര്യങ്ങൾ. സിസ്റ്ററെ അതൊന്ന് ചെയ്തേക്കുവോ, ഒന്ന് പോയേക്കുവോ, അതൊന്ന് കൊടുത്തേക്കുവോ? അല്ലെന്നേ, ദൈവം നിന്നോട് പറഞ്ഞാൽ നീ ചെയ്യണം. ഇനി നീ ആരോടെങ്കിലും പറയാൻ പറഞ്ഞാൽ മാത്രമേ നീ പറയാൻ പാടുള്ളൂ. ഹാലലിയ. കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർത്തു വെച്ചാൽ ദൈവം അറിയാണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഒരു രീതിയിലും നമ്മുടെ ജീവിതത്തിൽ പിശാച് എൻ്റർ ചെയ്യത്തില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് ചുറ്റും ദൈവം തീ മതിലിട്ട് നമ്മൾ സൂക്ഷിക്കുന്നെങ്കിൽ ആ തീ മതിലെ കവച്ച് വെച്ച് കടന്ന് ആരെങ്കിലും വരുന്നെങ്കിൽ ഹാലലിയ അത് ദൈവം അറിയാണ്ടല്ല. നമ്മുടെ നേരെ ഒരു വാക്ക് ഒരു മനുഷ്യന് ഉച്ചരിക്കണമെങ്കിൽ നിന്നെ നേരെ ഒരു വിരലൊന്ന് ചൂണ്ടണമെങ്കിൽ അത് ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ നടക്കത്തില്ല. അങ്ങനെ ദൈവം പെർമിഷൻ കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന് അതുകൊണ്ടൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെ നമ്മൾ എന്താണ് തിരിച്ചറിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ ആ വിഷയം നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോയിക്കോളും. ഇവിടെ ദാവീദിന് ദൈവം തോന്നിച്ച പോലെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പിന്നീട് ദൈവസന്നിധി പറയുമ്പോൾ അപ്പൊ തന്നെ ദൈവം പരിഹാരം കൊടുക്കും നമ്മൾ കാണുന്നുണ്ട്. അവിടേക്ക് അന്നേരം തന്നെ അന്നത്തെ ദിവസം തന്നെ അയച്ച് അതിനെന്താ അത് പറഞ്ഞപ്പോൾ ദാവീദ് അവിടെ ഒരു മടിയും പറയാതെ അത് ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ പോയി ചെയ്തു. അപ്പൊ ദൈവം നമുക്കൊരു വീഴ്ച വന്നാൽ പോലും ദൈവം ഒരു കാര്യം നമ്മളോട് അറിയിച്ചു കഴിഞ്ഞാൽ, നമ്മളോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഒരു വീഴ്ചയും വരുത്താതെ നമ്മൾ തന്നെ ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വിഷമങ്ങൾ നിന്നാലും ഞാൻ പറയും അതെല്ലാം ദൈവം അനുഗ്രഹമാക്കി നന്മയ്ക്കാക്കി മാറ്റും. ഇതിന്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അത് പിന്നീട് ഒരു ദിവസം പറയാം. കാരണം ഇപ്പൊ സമയം മുൻപോട്ട് പോയി. ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.